നമസ്കാരം ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2011 മോഡൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ VDI ആണ്. ഇത് സ്വിഫ്റ്റിൻ്റെ DDS എഞ്ചിനാണ്, അഥവാ ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത് ഫോർ സെയിൽ വണ്ടിയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ശേഷം പറയാം. ആദ്യമേ ഈ വാഹനത്തിൻ്റെ കീ ഫോബിലേക്ക് പോയാൽ, ഇത് സാധാ സ്വിഫ്റ്റിനൊക്കെ വരുന്ന പഴയ മോഡൽ കീ ഫോബാണ്. ലോക്കുണ്ട്, അൺലോക്കിൻ്റെ ഓപ്ഷനും ഉണ്ട്. അൺലോക്കിൻ്റെ ഓപ്ഷനുള്ള മോഡൽ കീ ഫോബാണ്. വലിയ ഇതൊന്നും വേറൊന്നും സംഭവിക്കാത്ത നല്ലൊരു മോഡൽ കീ ഫോബാണ്. ബാറ്ററിയൊക്കെ ഇപ്പോൾ മാറിയതേ ഉള്ളൂ. നമുക്കിനി വാഹനത്തിലേക്ക് പോകാം. വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന ഹലോജൻ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. അതുപോലെ ഇവിടെ രണ്ട് ഫോഗ് ലൈറ്റ് വന്നു. രണ്ട് ഫോഗ് ലൈറ്റിൻ്റെ ബൾബുകൾ ഇപ്പം മാറിയതാണ്. പിന്നെ ഫ്രെയിം ടൈപ്പ് നമ്പർ പ്ലേറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇത് ഫാൻസി നമ്പറാണ്, 5454 എന്ന ഫാൻസി നമ്പർ. എഞ്ചിനിലേക്ക് പോകാം. ഈ വാഹനത്തിനുള്ള DDS എഞ്ചിനാണ് മാരുതി സുസുക്കിയുടെ വെച്ചത്. ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ. ഓയിലെല്ലാം പുതിയ ഓയിലാണ്. വണ്ടി എല്ലാം ക്ലീനാണ്. വേറെ ആകാത്തൊരു പ്രശ്നമൊന്നുമില്ല. കൂളൻ്റൊക്കെ പുതിയ കൂളൻ്റ് ഒഴിച്ചതാണ്. ബാക്കി എല്ലാ സാധനവും ക്ലീൻ ഇതാണ്. വേറെ വണ്ടിയിൽ അടിയോ ഇടിയോ എന്നുള്ള സൗണ്ടോ ഒന്നുമില്ല. എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള എഞ്ചിനാണ്. എഞ്ചിനൊക്കെ ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ അവർ പണിത് ടൈം മെഷീനൊക്കെ മാറിയതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മേളിൽ ഇൻസുലേഷൻ വരുന്നുണ്ട്, റബ്ബർ വരുന്നു. പക്ഷേ വണ്ടി നല്ല സൈലൻ്റാണ്. എഞ്ചിൻ വണ്ടി നല്ല സൈലൻ്റാണ്. വേറെ സൗണ്ടോ ശബ്ദമോ ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ സൈലൻസർ കൂടി കാണിച്ചത്. ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ പുകയൊന്നുമില്ല വാഹനത്തിന്. വേറെ പുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇത് ഞങ്ങൾക്ക് ക്യാമറയിൽ ഞങ്ങൾക്ക് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നതാണ്. പക്ഷേ അത് സ്പീഡിന് മൂവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നതാണ്. വേറെ പുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. വണ്ടി ഫ്രണ്ട് രണ്ട് ടയർ ആവറേജ് ആണ്. ബാക്ക് രണ്ട് അത്യാവശ്യം ഒരു 60%, 70%, 90%, 60%, 80% ഒക്കെ മേളിലുള്ള ഒരു ടയറാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ അത്യാവശ്യം ആവറേജ് ടയറാണ്. അതുപോലെ ഈ വാഹനത്തിൽ വരുന്നത് വൈപ്പർ ബ്ലേഡുകൾ മാറിയതാണ്. ഇപ്പം ഈ വൈപ്പർ ബ്ലേഡുകൾ മറ്റേ എയറോ ടൈപ്പ് വൈപ്പർ ബ്ലേഡുകളാണ് ഇപ്പോൾ പുതിയ മോഡൽ വാഹനങ്ങൾക്ക് വരുന്ന ടൈപ്പ്. അതുപോലെ ഈ വാഹനത്തിന് 2011 മിറർ എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ കമ്പനി ഗ്ലാസ്സുകളാണ്. 2011 അതേ ഗ്ലാസ്സുകളാണ്. വണ്ടിയുടെ ഒരു സാധനം മാറിയിട്ടോ റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ഫുൾ ബോഡി പോളിഷ്ഡ് ആൻഡ് റീപെയിൻറ്റഡ് ആണ്. ഇപ്പം നമുക്ക് 2031 പേപ്പർ എടുത്ത സമയത്ത് നമ്മൾ ചെയ്തതാണ്. ഈ വാഹനത്തിന് 2031 വരെ ടെസ്റ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷൻ ടാക്സ് എല്ലാം ഈ വർഷം ഫുള്ളുണ്ട്. എനിക്കൊന്ന് ഇൻഷുറൻസ് ഈ വരുന്ന സെപ്റ്റംബറിലോ ഒക്ടോബറിലോ എന്തോ വരെ ഉണ്ട്. അതുപോലെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, DDSൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്, ഒരു ടയർ വരുന്നുണ്ട്. 165/80R14 എന്ന ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിലെ ടയർ അത്യാവശ്യം തീർന്നാണ് നിൽക്കുന്നത്. അത് ആവറേജ് എന്ന് പറയാം, കാരണം അത്യാവശ്യം തീർന്നാണ് നിൽക്കുന്നത് ടയർ. അതുപോലെ ഇവിടെ വരുമ്പോൾ മിററുണ്ട്, മിററിൻ്റെ കൂടെ വൈസർ വരുന്നുണ്ട്. ഈ വൈസർ പുതിയ വൈസറുകളാണ് നിൽക്കുന്നത്. വണ്ടി ടിൻ്റൊന്നും ചെയ്തിട്ടില്ല, ഫുൾ ഒറിജിനൽ ഗ്ലാസ്സാണ്. പിന്നെ ഇവിടെ ഒരു ക്രോമിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. വേറെ ഇതേപോലെ ഡോർ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോമിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 2011 ഗ്ലാസ്സുകളാണ്. ഒരു ഗ്ലാസ് മാറിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ കമ്പനി വരുമ്പോൾ അവർ ഡീസലിനുള്ളിൽ നിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് തരാറുണ്ട്. ആ ഡീസലിൻ്റെ സ്റ്റിക്കർ ഇപ്പോഴും ഇതിനകത്തുണ്ട്. വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം ഒറിജിനൽ ബീഡിങ്ങുകളാണ്. ഒന്നും മാറിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പെട്രോളിൻ്റെ ടാങ്ക് വരുന്നുണ്ട്. പുതിയ ഗ്യാപ്പാണ് ഇതിൽ കിടക്കുന്നത്, പുതിയ ഗ്യാപ്പാണ്. അതുപോലെ ഇവിടെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പുതിയ വലിയ തുരുമ്പോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണിത്.
നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ 2 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെ ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ റിഫ്ലക്ടർ വരുന്നുണ്ട്. താഴെ ഈ ലൈറ്റ് ഇത് വർക്കിംഗ് ആണ്. പിന്നെ എത്തത്തിൽ നിങ്ങൾ ഷോട്ടിൽ നോക്കിയാൽ ഇവിടെ വർക്കിംഗ് ലൈറ്റാണ് കാണുന്നത്. ഇത് റിഫ്ലക്ടർ വരുന്നുണ്ട്. ഇവിടെ 4 സെൻസർ വരുന്നുണ്ട്. ഈ 4 സെൻസറുകളും വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ മാരുതിയുടെ ലോഗോ വരുന്നുണ്ട്. മാരുതി സുസുക്കി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്വിഫ്റ്റ് ഡിസൈർ ചെയ്തിട്ട് ഇതെല്ലാം ഒറിജിനൽ സ്റ്റിക്കറിംഗ് ആണ്. ഇതൊന്നും മാറ്റിയിട്ടോ പുതിയത് വെച്ചതോ ഒന്നും അല്ല. ഇതെല്ലാം കമ്പനി ഒറിജിനൽ 2011 എങ്ങനെയാണോ വന്നത് അതേപോലത്തെ സ്റ്റിക്കറുകളാണ്. ഇത് വീഡിയോയുടെ ഇവിടെ ബാഡ്ജിങ് വരുന്നു. ബൂട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതിനകത്ത് സ്പ്രിംഗ് ബൂസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് പെട്ടെന്ന് ഇത് പൊങ്ങിപ്പോകുന്നത്. ഇവിടെ സ്പ്രിംഗ് ബൂസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് അറൗണ്ട് 1200 മുതൽ 1500 വരെ വിലമതിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ഹാവ് എ ഗ്രേറ്റ് ഡേ എന്ന ഒറിജിനൽ സ്റ്റിക്കറിങ് ഇപ്പോഴും ഉണ്ട്. 464 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉള്ള ഒരു ഡിക്കിയാണ് ഇത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. ഒരു ഫാമിലിക്ക് ഇപ്പോൾ 5 ദിവസം 6 ദിവസമൊക്കെ ട്രിപ്പിന് പോകണമെങ്കിൽ അവർക്ക് അവരുടെ ബാഗ് നിറയ്ക്കാനുള്ള സ്ഥലം എന്തായാലും അതിൽ കൂടുതൽ സ്ഥലം ഇതിനകത്തുണ്ട്. ഒരു 8-10 ബാഗുകൾ സുഖമായിട്ടിരിക്കും ഇതിനകത്ത്. തുണി ബാഗുകൾ, സൂട്ട് കേസുകളുടെ കാര്യം പറഞ്ഞാൽ ഒരു 5-6 സൂട്ട് കേസൊക്കെ സുഖമായിട്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ബാഗുകൾ ഇരിക്കും. വേറെ അകത്ത് ഒന്നും അടിയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. അവിടെ എൻ്റെ സ്പീക്കറുകൾ ഇരിപ്പുണ്ട്. ഇവിടെ എൻ്റെ ഡിക്കിയുടെ സ്പ്രിങ് ഇരിപ്പുണ്ട്. ബൂട്ടടക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രോം എക്സൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബീഡിങ് കിടപ്പുണ്ട്. ഇതിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്ര ഒരു ക്രോം ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡോർ നോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ വിൻഡോസ് ഉണ്ട്. പവർ വിൻഡോസ് എല്ലാം വർക്കിംഗ് പവർ വിൻഡോസാണ്. ഫ്രണ്ട് പവർ വിൻഡോ ഇപ്പോൾ കാണിച്ചു തരാം. ബാക്കി ഞാൻ ഡോറിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് കാണിച്ചു തരാം. പിന്നെ ഈ സ്വിച്ചുകളെല്ലാം വർക്കിംഗ് ആണ്. വർക്ക് ചെയ്തൊന്നുമില്ല. ഞാൻ എന്നാലും അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്ക് ഇവിടെ വെച്ചത് കാണിക്കച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ എന്തായിരുന്നുണ്ട് പൊങ്ങുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ. പിന്നെ ഇവിടെ ഫാബ്രിക്കിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇതിൽ ചെറിയൊരു സൗണ്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഡോർ സ്പീക്കർ വരുന്നുണ്ട്. ഈ സൈഡ് സ്പീക്കറിന് അത് ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ടാണ് ഈ സ്പീക്കർ ബാസ് വരുമ്പോഴത്തേക്കും കേൾക്കുന്നത്. അത് ഈ സാധനം ഇതിൻ്റെ ഈ കവറ് മാത്രം മാറിയാൽ മതി. ഈ സ്വിച്ചുകളൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ കവറ് മാത്രം മാറിയാൽ മതി. ഈ കവറിൻ്റെ ഒരു പ്രശ്നമാണ്. അത് ചിലർ ചോദിക്കുമ്പോഴത്തേക്കും പറയും ഡോർ പാഡ് വേണം. പക്ഷേ ഡോർ പാഡ് മാറേണ്ട ആവശ്യമില്ല. കാരണം ഈ കവറും ഈ സ്വിച്ച് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഡോർ പാഡ് സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പം ഈ ഡോർ പാഡ് മാത്രം മാറിയാൽ മതി. അത് 400 രൂപ 500 രൂപയ്ക്ക് അതിൻ്റെ അത്രയ്ക്ക് പോലും ആവില്ല. അതിനെക്കാട്ടും വില കുറഞ്ഞ റേഞ്ചിൽ ഇത് മാറാനുള്ള ഇത് വരും. നമ്മളിതുവരെ മാറിയിട്ടില്ല. കാരണം നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മളത് മാറാത്തത്. ഒരു കൈ ഇങ്ങനെ വെച്ച് നമ്മൾ ഓട്ടിക്കുമ്പോഴത്തേക്കും അതിനൊരു പ്രശ്നം തോന്നാറില്ല. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഫ്രണ്ട് റിവേഴ്സിന് ബാക്കിലോട്ട് എടുക്കാനുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് റെസ്റ്റിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ടച്ചുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഈ സ്റ്റിയറിംഗ് വീലിനകത്ത് ഈ സ്റ്റിയറിംഗ് കവർ അടിച്ചതിന് അറൗണ്ട് 1000 റുപ്പീസായി നമുക്ക് അടിച്ചപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിയറിംഗ് കവറാണ്. ഒന്നും ചെയ്യില്ല. പിന്നെ ഹോണുണ്ട്. നല്ലൊരു ഹോണുണ്ട്. നല്ല ഹോണുണ്ട്. അതുപോലെ ഇവിടെ മാരുതിയുടെ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. സ്പീഡോമീറ്ററിൽ RPM മീറ്റർ വരുന്നുണ്ട്. സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ മീറ്റർ വരുന്നുണ്ട്. ഹീറ്റിൻ്റെ മീറ്ററും വരുന്നുണ്ട്. ഇവിടെ ചെക്ക് എഞ്ചിൻ ലൈറ്റിൻ്റെ ലൈറ്റ് സിമ്പിളുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് സർവീസ് ലൈറ്റ് വരുന്നത്. സർവീസ് ലൈറ്റ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റേ ഹീറ്റിങ്ങിൻ്റെ ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ് വരുന്നു. ഇവിടെ ഓയിൽ ലൈറ്റ്. ഇതെല്ലാം ബ്രേക്ക് ലൈറ്റ്. ഇത് ബാറ്ററി ലൈറ്റ്. ഇത് ബ്രേക്ക് ലൈറ്റ്. പിന്നെ ഈ വാഹനം 1,11,604 എന്ന ഒറിജിനൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ ഓടിയതന്നെ നമ്മൾ ചുമ്മാ എടുത്ത് വെച്ച് അത് നോക്കണ്ട. ഇത് ട്രിപ്പ് ചെയ്യുകയാണ്. അത് ഒറിജിനൽ തന്നെയാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. അത് കൂട്ടേണ്ട. അത് കൂട്ടിയാണ് 1,11,604 എന്ന കിലോമീറ്ററിൽ എത്തിയത്. അതെല്ലാം കമ്പനി സർവീസാണ്. കമ്പനിയിൽ എല്ലാ റെക്കോർഡ്സും ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ക്ലോക്ക് വരുന്നുണ്ട്. ടെമ്പറേച്ചർ മീറ്റർ വരുന്നുണ്ട്. ഇവിടെ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും വരുന്നുണ്ട് നമുക്ക്. അത് ഞാൻ ഇപ്പോൾ കുത്തി ചെയ്തപ്പോൾ എല്ലാം ക്ലോക്ക് അനങ്ങും. പിന്നെ അവസാനം എനിക്ക് ശരിയാക്കേണ്ടി വരും. ഇവിടെ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അത് ഞാൻ പിന്നെ ചെയ്തോളാം. അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് വരുന്നുണ്ട്.
ആൻഡ്രോയിഡ് വന്ന് ഈ ആൻഡ്രോയിഡിന് അറൗണ്ട് 39,000 അടുപ്പിച്ച് ഇതിൻ്റെ റേറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ AC കൺട്രോൾസ് വരുന്നുണ്ട്. അത് പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ന്യൂട്രലാണ് വാഹനം. വണ്ടി വേറെ അഴിയോ ഇടിയോ അങ്ങനത്തെ ഹാങ്ങിന്നൊന്നും സൗണ്ടൊന്നുമില്ല. കറക്റ്റ് ഒറിജിനൽ എങ്ങനെ ഒരു എൻജിൻ സ്റ്റാർട്ടാവുന്നു അതേപോലെ തന്നെ വളരെ സൈലൻ്റാണ്. സ്റ്റാർട്ടിങ് തന്നെ വണ്ടി 1000 RPM താഴെ നിൽക്കാറുള്ളൂ. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ ഇവിടെ ഉണ്ട്. ഹെഡ്ലൈറ്റ്സ് കൺട്രോൾസ്, ഡീഫോഗർ അല്ല ബാക്ക് ഫോഗ് ലൈറ്റിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ഹെഡ്ലൈറ്റ് ലെവലിങ്ങിൻ്റെ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇവിടെ അലാറത്തിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇവിടെ AC വെൻ്റ് നൽകിയിട്ടുണ്ട്. AC നമുക്ക് ഇട്ട് നോക്കാം. നല്ല കൂളിങ്ങുള്ള AC ആണ്. AC കൂളിങ്ങിൻ്റെ ഇത് AC ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് അറൗണ്ട് 1 വീക്കോ 2 വീക്കോ കൊണ്ടായതേ ഉള്ളൂ. ഇവിടെ ACയുടെ ഹീറ്റിൻ്റെയും കൂളിങ്ങിൻ്റെയും കൺട്രോൾസ് ഉണ്ട്. ഇവിടെ കാലിലടിക്കണോ മുഖത്തടിക്കണോ എന്നുള്ള കൺട്രോൾസ് ഉണ്ട്. മുഖത്ത് കാറ്റടിക്കണോ വേണോ എന്നുള്ള കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോക്കാണ് 39,000 ആണ് ഇതിൻ്റെ റേറ്റ്. വളരെ കൂടിയ നല്ല ഒരു സ്റ്റീരിയോ ആണ്. വേറെ നമുക്ക് ടച്ചിലോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നല്ലൊരു കൂടിയ സ്റ്റീരിയോ ആണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്പീക്കറുകളെല്ലാം ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. പിന്നെ ഇവിടെ AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലവ് ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ഇത്തിരി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഒരു സ്പീക്കർ ടൈപ്പ് ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഗിയർ നോബ് വരുന്നുണ്ട്. ഗിയർ നോബ് പുതിയ ഗിയർ നോബാണ്. ഗിയർ നോബിന് ചുറ്റിനും ഒരു ക്രോമിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ക്ലച്ച് വരുന്നുണ്ട്, ബ്രേക്ക്, ആക്സിലേറ്റർ ഇതെല്ലാം വരുന്നുണ്ട്. ആക്സിലേറ്ററാണ് ഞാൻ ചവിട്ടി കാണിച്ചത്. ബാക്കിൽ പുകയൊന്നുമില്ല. നിങ്ങൾ വേണം നോക്കാം. ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു വീഡിയോ ഇട്ടേക്കാം. പുക വരുന്നുണ്ട്. ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വലിയ പുകയൊന്നും ഇതിനകത്ത് ഇല്ല. ചെറിയ പുക. ഡീസൽ എഞ്ചിൻ 3000 RPM 2500 RPM കയറുമ്പോഴത്തേക്കും ഡീസൽ എഞ്ചിനിലേക്ക് പുക സാധാരണമാണ്. പിന്നെ ഇതിന് ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ എഞ്ചിൻ അടി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സീറ്റുകൾ അടിച്ചിരിക്കുന്ന അറൗണ്ട് 10,000 rupees വർത്തുള്ള സീറ്റ് കവറാണ് അടിച്ചിരിക്കുന്നത്. ഈ സീറ്റുകൾ വളരെ ക്വാളിറ്റി കൂടിയ സീറ്റുകൾ. കാപ്പ ലെതർ എന്നാണ് ഈ സീറ്റിൻ്റെ ലെതറിൻ്റെ പേര്. ഇത് 10,000 rupees സീറ്റ് കവർ അടിച്ചതും ലെതറും എല്ലാം വാങ്ങിച്ചതെല്ലാം കൂടി. പിന്നെ ഈ സ്പീക്കറുകൾക്ക് ചുറ്റിനും ഒരു ക്രോമിൻ്റെ ആക്സെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനെ അപ്പുറത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്. പക്ഷേ വണ്ടി നല്ല സ്പേഷ്യസ് ആണ്. നല്ല രീതിക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഈ വണ്ടി അത് കോസ്ട്രോഫോബിക് ആയിട്ട് തോന്നില്ല, ഛർദ്ദിക്കാൻ തോന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം വണ്ടി നല്ല താന്നാണ് ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് ഓട്ടിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ തന്നെ ഇതിന് നല്ല സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അത് മാത്രമല്ല നല്ല രീതിക്ക് ഗ്ലാസ് ഏരിയ ഉണ്ട്. വലിയ ഗ്ലാസ്സുകളാണ് ഇതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്കൊരു ഒരിക്കലും ക്ലോസ്ട്രോഫോബിക് ആയിട്ട് തോന്നില്ല. ഇവിടെ നമുക്ക് മിറർ വരുന്നുണ്ട്, ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ ഈ സാധനം വരില്ല. അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മിക്ക കമ്പനികളും മാറ്റുന്നതാണ് ഈ ഭാഗത്ത് വരുന്ന ഹാൻഡിൽ. ഇവിടെ വരുമ്പോൾ നമുക്ക് മിറർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എയറോയിൻ്റെ ജെല്ല് വരുന്നുണ്ട്. അത് നമ്മൾ മണത്തിന് വേണ്ടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടാണ്. പിന്നെ നല്ല കൂളിങ്ങുള്ള AC. നിങ്ങളൊരു 5 മിനിറ്റ് AC ഇട്ടിരുന്നാൽ നമുക്ക് വീട്ടിൽ AC ഇടുന്ന കണക്ക് സുഖമാണ്. AC ഇട്ട് നിങ്ങൾക്ക് എവിടെ വേണോ പോകാം. AC ഇട്ട് ഈ വണ്ടിക്കകത്ത് അറൗണ്ട് 20 to 22 വരെ മൈലേജ് കിട്ടാറുണ്ട്. AC ഇടാൻ നിങ്ങൾക്ക് 22 to 25 വരെ മൈലേജ് കിട്ടാറുണ്ട്. അറൗണ്ട് 18 to 20 നിങ്ങൾക്ക് AC ഇട്ടുകൊണ്ട് സിറ്റിയിൽ മൈലേജ് കിട്ടും. ഞങ്ങൾ ഓടിച്ചപ്പോൾ 18 to 20 മേളിലോട്ട് മൈലേജ് ഇട്ടിട്ടുണ്ട് AC ഇട്ട് ഓടിച്ചപ്പം. അതുപോലെ ഇവിടെയും ഫാബ്രിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ വിൻഡോസ് വർക്കിംഗ് ആണ്. ഇവിടെ ലോക്കിൻ്റെയും അൺലോക്കിൻ്റെ ഓപ്ഷൻ കിടപ്പുണ്ട്. ഇവിടെ ഡോർ ഹാൻഡിൽ തുറക്കാനും അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാറ്റുകളുണ്ട്. ഫ്ലോർ മാറ്റുകൾ പുതിയ ഫ്ലോർ മാറ്റുകളാണ് അടിച്ചിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ 2 ഇത് വരുന്നുണ്ട്. നല്ലൊരു സ്പീക്കറാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത്. 4 സ്പീക്കറുകൾ ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കറുകളാണ്. ഞാൻ വോളിയിട്ട് ക്യാപ്ചർ. നല്ല രീതിക്ക് ബാസും സാധനങ്ങളുള്ള സ്പീക്കറാണിത്.
ഈ വാഹനം ഒരാൾക്ക് ഫാമിലി കാറായിട്ടും ഒരാൾക്ക് ഫസ്റ്റ് കാറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. കാരണം ഡീസൽ എഞ്ചിനാണ്, നല്ല മൈലേജും കിട്ടും. നിങ്ങൾക്ക് ഇത്തിരി വലിയ ലോങ് റൂട്ടിന് പോയാലും നിങ്ങൾക്ക് വലിയ തളർച്ചയൊന്നും തോന്നില്ല. കാരണം നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടുള്ളൊരു ബോഡിയാണ് ഇതിൻ്റെത്. ബോഡിയിലെ സീറ്റ്സ് സോറി. അതുപോലെ ഇതിനിതാ അവിടെ നമുക്ക് എന്താണ് ആ ഭാഗത്തായിട്ട് നമുക്ക് ഒരു സെൻസർ നൽകിയിട്ടുണ്ട്, റിവേഴ്സ് സെൻസർ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതാണ് സാധനം. ഇതാ ഇവിടെ ഇത് എഴുതി കാണിക്കും നമുക്ക് എത്ര മിനിറ്റ് ഉണ്ടെന്നൊക്കെ. എല്ലാം ഈ ബാക്കിലേക്ക് വരുമ്പോൾ നല്ല തട്ട് സൗണ്ടുള്ളൊരു ഡോറാണിത്. ഇതാ നല്ലൊരു തട്ട് സൗണ്ടുള്ള ഡോറാണ്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, 2 ബോട്ടിൽ ഹോൾഡറുടെ ഹോൾഡറുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ്ട് സ്വിച്ച് ഉണ്ട്, ഇത് ഗ്ലാസ് താക്കാനും പൊക്കാനുള്ള. എന്നാൽ സ്വിച്ച് ഇട്ടിട്ട് 1 മിനിറ്റ് കാണും. ഇവിടെ നമുക്ക് ഗ്ലാസ് താക്കാം, ഗ്ലാസ് പൊക്കാം. എല്ലാം വർക്കിംഗ് ആണ്, ഒരു സാധനം വർക്കിംഗ് അല്ലാതെ ഇല്ല. എല്ലാം വർക്കിംഗ് ആണ്, ഒരു പ്രശ്നവുമില്ല. എല്ലാം 2011 ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. ഇവിടെ ഇത് നൽകിയിട്ടുണ്ട്, നമുക്ക് 3 സൈഡിലും അത് നൽകിയിട്ടുണ്ട്. ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ലൈറ്റ് നൽകുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. എൻ്റെ ഞാൻ സ്പീക്കറിൻ്റെ ഇതിനകത്ത് ഇട്ടേക്കാം. വളരെ നല്ലൊരു സ്പീക്കറാണ് ഇതിനകത്ത് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നല്ല രീതിക്ക് ഇതിനകത്ത് സൗണ്ട് വരുന്നുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ അടുത്ത ഷോർട്സിൽ നിങ്ങൾ അതാണ് കാണുന്നത്. പക്ഷെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് അതാണ്. പിന്നെ ഞാൻ എന്തിനു പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വണ്ടി 2,55,000 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാൻ ഇട്ടിരിക്കുന്നത്. അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും.